ഡിസംബർ 8-ാം തീയതി നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഞാൻ ആദ്യം ആലോചിച്ചത് PT ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് എനിക്കൊരു ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ഇതിൽ ഇടപെട്ടവർക്ക് ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ രാത്രിയെക്കുറിച്ച് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചു പോയി. സത്യത്തിൽ PT ഇവിടെ വന്ന് കിടന്നതാണ്. അതിനുശേഷമാണ് ഈ ഫോൺ വന്നിട്ട് എണീറ്റ് പോവുകയും അതുപോലെ അതിനുശേഷം തിരിച്ചു വന്നിട്ട് PT വളരെ അസ്വസ്ഥനായിരുന്നു. സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചതുപോലെ PT അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല അതിരാവിലെ തന്നെ ആലപ്പുഴയിൽ പോയി രമേശ് ചെന്നിത്തലയുടെ ഒരു ഉപവാസം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് ഈ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതുവരെ PT വളരെയധികം വിഷമത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ PT അന്ന് പറഞ്ഞത് നടിക്ക് ഏറ്റവും ധൈര്യം കൊടുക്കുകയും തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് ഇതുപോലെ സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ നീതിക്ക് വേണ്ടിയിട്ട് പോരാടണം എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് എല്ലാ ധൈര്യവും കൊടുത്ത IG-യെ PT തന്നെയാണ് ഫോണിൽ വിളിച്ച്, അദ്ദേഹം യാത്രയിലായിരുന്നു, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു കൊടുത്തത് PT തന്നെയായിരുന്നു എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. അതിന് സത്യത്തിൽ നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു എന്നുള്ളതൊക്കെ സ്വാഗതാർഹം തന്നെയാണ്. ഒരു മേഖലയിൽ അസംഘടിതമായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ അവർക്ക് പറയാനായിട്ടൊരവസരം കിട്ടി എന്നുള്ളത് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് സന്തോഷം തോന്നുന്നു. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് മുഴുവനായിട്ട് നമുക്ക് പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അത് ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഈ ഒരു വിധി വരുമ്പോൾ തീർച്ചയായിട്ടും നാളുകളിൽ ആർക്കും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനായിട്ട് ആവട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഒരു ഇടപെടലാണ് അന്ന് രാത്രിയിൽ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് കേസിന് മുന്നോട്ട് പോയതും അന്ന് പോലീസിന്റെ ഇടപെടലൊക്കെ പിന്നീട് വന്നതുമൊക്കെ പിന്നീട് കേസിന്റെ ഭാഗമായിട്ട് സാക്ഷിയാവുകയൊക്കെ ചെയ്തു. PT മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തു. 3 പ്രാവശ്യം PT-യെ വിളിച്ചിട്ട് മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അന്ന് പലരും നിർബന്ധിച്ച് PT-യോട് മൊഴി കൊടുക്കാനായിട്ട് അതിനെതിരെ നിൽക്കുകയൊക്കെ ചെയ്തതാണ്. അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. പക്ഷേ PT പറഞ്ഞത് ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷേ ഞാനൊന്നും കുറച്ച് പറയാൻ തയ്യാറുമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വളരെ സത്യസന്ധമായി PT മൊഴി കൊടുക്കുകയും മൊഴി കൊടുക്കുന്നതിനിടയിൽ തന്നെ ചെറിയ അസ്വസ്ഥതകളൊക്കെ PT എന്നോട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നില്ലാത്ത PT-യെക്കുറിച്ച് ആരും വിവാദത്തിൽ പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പറയുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും നടിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ജുഡീഷ്യറിയെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ അനുകൂലമായി തന്നെ നടിക്ക് അനുകൂലമായി തന്നെ കിട്ടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശങ്ക ആ കുട്ടി പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പൾസർ സുനിയെ പോലെയുള്ള ഒരാൾക്ക് പുറത്ത് പരോളിൽ ഇറങ്ങാനായിട്ടൊരവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് ആ കുട്ടി ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വിറ്ററിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ആ കുട്ടിക്ക് തന്നെയാണ്. ഗവൺമെൻറ് ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനന്ന് പോസ്റ്റ് ഇട്ടിരുന്നത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇനിയുള്ള മുകളിലേക്കുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി തന്നെയാണ് അത് ഏറ്റെടുത്ത് സംസാരിക്കേണ്ടതും പറയേണ്ടതും. അതിൽ ഞാൻ അധികം അഭിപ്രായം പറയുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്.